കുറേ ചടങ്ങുകളാണ്. അപ്പോൾ ഇയാൾ ചോദിച്ചു, കാലിനോട് എനിക്ക് നരകം കൂടി ഒന്ന് കാണാൻ പറ്റുമെന്ന് ചോദിച്ചു. എന്താ കുഴപ്പം? നരകം കൊണ്ടുപോയി കാണിച്ചു കൊടുത്തു. നോക്കുമ്പോൾ അവിടെ കുറേ സിനിമാ നടന്മാർ, സിനിമാ നടിമാർ, പാട്ടും കൂത്തും ക്യാബറ ഡാൻസ് ഫുള്ള് ജോളിയാണ്. അപ്പോൾ ഇയാൾ പറഞ്ഞു, എനിക്ക് നരകം മതി എന്ന് പറഞ്ഞു. അപ്പം കാലൻ നരകത്തിൻ്റെ വാതിൽ തുറന്ന് ഇയാളെ നരകത്തിലേക്ക് തള്ളിയിട്ടു. നോക്കുമ്പോൾ മുഴുവൻ തീയാണ്. തീയിൽ ഇയാളിങ്ങനെ വെന്തുരുകുമ്പോൾ ഇയാൾ കാലിനോട് ചോദിച്ചു, നിങ്ങൾ നേരത്തെ കാണിച്ച നരകതായിരുന്നില്ലല്ലോ? കാലൻ പറഞ്ഞു, നേരത്തെ കാണിച്ച നരകത്തിന്റെ പരസ്യമായിരുന്നു, ഇതാണ് ഒറിജിനൽ നരകം. ഇതുപോലെയല്ലേ LDFന്റെ അവസ്ഥ? 5 കൊല്ലം മുമ്പ് പറഞ്ഞു LDF വരും, എല്ലാം ശരിയാവും. ആർക്കാ ശരിയായത്? ചിലവരത് ശരിയായിട്ടുണ്ട്. MP രാജേഷിന്റെ ഭാര്യയ്ക്ക് ശരിയായിട്ടുണ്ട്. MP രാജേഷിന്റെ ഭാര്യയ്ക്ക് എങ്ങനെയാ ശരിയായത്? കാലടി സർവകലാശാലയിലാണ് നിയമനം കിട്ടിയത്. മൂപ്പര് മോനെ ചേർത്താൻ വേണ്ടി സ്കൂളിൽ പോയി. MP രാജേഷ് ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ടു, എൻ്റെ മകൻ, ഞാൻ സാധാരണ രീതിയിൽ കുടുംബകാര്യങ്ങളൊന്നും പറയാറില്ല, പക്ഷെ എൻ്റെ മകനെ സ്കൂളിൽ ചേർത്തുന്നത് ഞാൻ ആദ്യമായി നിങ്ങളുമായി പങ്കുവെക്കുകയാണ്. സർക്കാർ സ്കൂളിൽ എൻ്റെ മകനെ ചേർത്തുമ്പോ മതത്തിന്റെ കോളം ചോദിച്ചപ്പോ ഞാൻ അവിടെ മതമില്ല എന്നെഴുതി. ജാതിയുടെ കോളം ചോദിച്ചപ്പോ ഞാൻ ജാതിയില്ല എന്നെഴുതി. ഈ സന്തോഷം ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്നു. MP രാജേഷിന് അങ്ങനെ എഴുതാൻ ഇന്ത്യയുടെ ഭരണഘടന സ്വാതന്ത്ര്യം നൽകുന്നുണ്ട്. ലീഗുകാർക്ക് പരാതിയില്ല, യൂത്ത് ലീഗിന് ഒട്ടും പരാതിയില്ല. MP രാജേഷിന്റെ ഭാര്യ ആരാണ്? റഷീദ് കണിച്ചേരിയുടെ മകളാണ്, നികിത കണിച്ചേരി. ഒരു മുസ്ലിം മതത്തിൽപ്പെട്ട ഒരാളുടെ മകളെ MP രാജേഷ് കല്യാണം കഴിക്കുന്നതിൽ നമുക്ക് ആർക്കും ആക്ഷേപമില്ല. അദ്ദേഹത്തിന്റെ സ്വാതന്ത്ര്യമാണ്. മകന് ജാതിയില്ല, മതമില്ല എന്ന് പറയുന്നതിൽ നമുക്ക് പരാതിയില്ല. പക്ഷെ MP രാജേഷിന്റെ ഭാര്യയ്ക്ക് ജോലി കിട്ടിയത് ഏത് കെയർ ഓഫിലാണ്? മുസ്ലിം സംവരണത്തിൽ. അതെന്താണ്? നല്ല കഴിവുള്ള ആളുകൾ അവിടെ ഉണ്ടായിട്ട് അവരൊക്കെ മറികടന്ന് ജോലി കിട്ടാൻ വേണ്ടി അപ്പം മതം പറഞ്ഞു. ആര്? MP രാജേഷ്. DYFIക്കാരൻ വിളിക്കുന്ന മുദ്രാവാക്യം എന്താണ്? ഞങ്ങളില്ല ഹൈന്ദവ രക്തം, ഞങ്ങളില്ല മുസ്ലിം രക്തം, ഞങ്ങളില്ല ക്രൈസ്തവ രക്തം, ഞങ്ങളിലുള്ളത് മാനവരക്തം. DYFIക്കാരന് ഒറ്റ അഭ്യർത്ഥനയുള്ളൂ, മാനവരക്തം എന്നുള്ളത് മാറ്റിയിട്ട് ഞങ്ങളിലുള്ളത് ഓന്തിന്റെ രക്തം എന്ന് നിങ്ങൾ നാളെ മുതൽ വിളിക്കാൻ നിങ്ങൾ തയ്യാറാവണം. ഓന്തിനെ പോലെ ഇപ്പൊ നിറമാറല്ലേ? ജോലി കിട്ടാൻ വേണ്ടി അപ്പം മതം, അപ്പം ഇസ്ലാം, അപ്പം മുസ്ലിം. ഇതെന്ത് സ്നേഹം? ഷംസീറിന്റെ ഭാര്യയ്ക്ക് ശരിയായി, കണ്ണൂർ സർവകലാശാലയിൽ ജോലി കൊടുത്തു. പക്ഷെ അവസാനം കോടതി ഇടപെട്ടു. 1ാം റാങ്കിലുള്ള ആളെ മറികടന്ന് 2ാം റാങ്കിലുള്ള ആൾക്ക് ജോലി. സ്വപ്ന സുരേഷിന് ശരിയായി, സരിതക്ക് ശരിയായി. സരിത പറഞ്ഞ എന്താണ്? എന്നെ CM-ന് വലിയ പേടിയാണ്. മൂപ്പരെ കുറിച്ച് പറഞ്ഞ എന്താണ്? ഊരിപ്പിടിച്ച വടിവാളുടെ നടുവിലൂടെ ഇരട്ട ചങ്കുമായിട്ട് പോയ ആളാണ് ഞാൻ. ആരാ പറയുന്നത്? മൂപ്പര് തന്നെ. ആണ്ടി വലിയ തല്ലുകാരനാണെന്ന് ആരാ പറഞ്ഞത്? ആണ്ടി തന്നെ. എന്നാൽ സരിത പറയുന്നത് എന്താണ്? മൂപ്പർക്ക് എന്നെ വലിയ പേടിയാണ്. അതുകൊണ്ട് പൈസ തന്നാൽ നിങ്ങൾക്ക് ജോലിയുണ്ട്, കുറച്ച് പൈസ പാർട്ടിക്ക് കൊടുക്കണം, കുറച്ച് പൈസ ഉദ്യോഗസ്ഥന്മാർക്ക് കൊടുക്കണം. PSCന്റെ കാര്യം പറയേണ്ട. ശിവരഞ്ജിത്തും നസീമും ഒരു കത്തിക്കുത്ത് കേസിൽ പ്രതിയായിട്ടില്ലെങ്കിൽ നമ്മൾക്ക് പുറലോകം അറിയോ? KT ജലീൽ എന്താ പറഞ്ഞത്? SFIക്കാരാണെന്ന് വിചാരിച്ചു റാങ്ക് പട്ടികയിൽ കിട്ടിക്കൂടെ? ഒരന്വേഷണം വേണ്ടെന്നാണ് മുഖ്യമന്ത്രി പറഞ്ഞത്. അവസാനം സമരം ചെയ്ത്, യൂത്ത് ലീഗ് സമരം ചെയ്ത് ഗത്യന്തരമില്ലാതെ അന്വേഷണം പ്രഖ്യാപിച്ചു. അന്വേഷണം പ്രഖ്യാപിച്ചവർ കോപ്പി അടിച്ചിട്ടാണ് ആരാ സഹായിച്ചു കൊടുത്തത്? CPM-കാരൻ. ഇവർക്ക് ജയിലിൽ വിവരമുണ്ടോ എന്നറിയാൻ വേണ്ടി ജയിലിൽ വെച്ച് ഒരു പരീക്ഷ അടിച്ചു. ഇന്ത്യയുടെ രാഷ്ട്രപതിയുടെ പേര് ചോദിച്ചു. അറിയില്ല, ഉത്തരം അറിയില്ല. PSCക്ക് 2ാം റാങ്കാണ്. വീരപ്പനൊക്കെ മരിച്ചുപോയി നന്നായി. SFIന്റെ മെമ്പർഷിപ്പ് ഉണ്ടെങ്കിൽ DGP ഒക്കെ ആയിട്ട് വരെയായിരുന്നു. ആ കോടി സുനിയൊക്കെ ജയിലിലായതുകൊണ്ടല്ലേ? അല്ലെങ്കിൽ അവരൊക്കെ പോലീസ് കോൺസ്റ്റബിളോ SI റാങ്കിലോ CI റാങ്കിലോ ഒക്കെ വരില്ലേ? അവരുടെതൊക്കെ ശരിയായി. കൊടിയേരിക്ക് ശരിയായി, മക്കൾ ശരിയായില്ല. മലപ്പുറത്ത് ഇവിടെ ഉള്ള ഒരു കുട്ടിയല്ലേ പറഞ്ഞത് ചിലവരത് ശരിയാവും ചിലവരത് ശരിയാവില്ല. മൂപ്പരത് രണ്ടും ശരിയായില്ല എന്ന് പറഞ്ഞത്. ഒരാൾ മയക്കുമരുന്ന് കേസുമായി ബന്ധപ്പെട്ട് പരപ്പന അഗ്രഹാര ജയിലിൽ, വേറൊരാൾ DNA ടെസ്റ്റിന്റെ റിസൾട്ട് കിട്ടാൻ വേണ്ടി കാത്തു നിൽക്കുകയാണ്. ഞാൻ ചോദിക്കട്ടെ, 5 കൊല്ലായിട്ട് വികസനത്തെ കുറിച്ച് പറയുന്നുണ്ടോ? 2016 നമ്മൾ എന്താ പറഞ്ഞത്? നമ്മൾ മെട്രോ സ്റ്റേഷനെ കുറിച്ച് പറഞ്ഞു, മെട്രോ റെയിലിനെ കുറിച്ച് പറഞ്ഞു,
നമ്മൾ ഇൻഫോ പാർക്കിനെ കുറിച്ച് പറഞ്ഞു, നമ്മൾ ടെക്നോ പാർക്കിനെ കുറിച്ച് പറഞ്ഞു, നമ്മൾ സ്മാർട്ട് സിറ്റിയെ കുറിച്ച് പറഞ്ഞു, നമ്മൾ കണ്ണൂർ വിമാനത്താവളത്തെ കുറിച്ച് പറഞ്ഞു, നമ്മൾ വികസനം പറഞ്ഞു. മുനീർ സാഹിബ് പറഞ്ഞു, ഒരു കൊച്ചുകുട്ടി മുനീർ സാഹിബിന്റെ കൈകൾ ചേർത്ത് പിടിച്ചുകൊണ്ട് പറഞ്ഞു, അങ്ങ് ദൈവമാണ്. മുനീർ സാഹിബ് അതിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. കോക്ലിയർ ഇംപ്ലാന്റ് സർജറി ചെയ്ത് ആ കുട്ടിയുടെ കേൾവി ശക്തി തിരിച്ചു കൊടുത്തപ്പോ ആദ്യമായി ആ കുട്ടി പാട്ടുപാടി അങ്ങ് ദൈവമാണെന്ന് പറഞ്ഞു. ആ കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ഒരാൾക്ക് സംസാരശേഷി കൊടുക്കുന്നത്, ഒരാൾക്ക് കേൾവി ശക്തി കൊടുക്കുന്നത് പടച്ചതമ്പുരാനാണ്. പടച്ചതമ്പുരാനായി അങ്ങ് അവതരിച്ചതാണോ എന്ന് ഞാൻ സംശയിക്കുന്നു എന്ന് ആ കൊച്ചുകുട്ടി പാട്ടുപാടി. ആയിരക്കണക്കിന് കുട്ടികൾക്ക് കോക്ലിയർ ഇംപ്ലാന്റ് സർജറി ചെയ്ത് കേൾവി ശക്തി കൊടുത്തു, സംസാര ശേഷി കൊടുത്തു. ലൈഫിന്റെ പേരിൽ ഇവർ 2 ലക്ഷം വീടുണ്ടാക്കി കൊടുത്തു എന്നല്ലേ പറയുന്നത്. ഈ കീഴ്ശ്ശേരി അങ്ങാടിയിൽ ഞങ്ങളുടെ പരിപാടി കേൾക്കുന്ന ഏതെങ്കിലും ഡിവൈഎഫ്ഐക്കാരനുണ്ടെങ്കിൽ അവനോട് വെല്ലുവിളിയായി പറയാണ്, നിങ്ങൾ 5 കൊല്ലം കൊണ്ട് 2.5 ലക്ഷം വീടാണ് ഉണ്ടാക്കി കൊടുത്തതെങ്കിൽ ഞങ്ങൾ ഉണ്ടാക്കി കൊടുത്തത്, ഉമ്മൻചാണ്ടി സർക്കാർ ഉണ്ടാക്കി കൊടുത്തത് 5 കൊല്ലം കൊണ്ട് 4,21,000 വീടാണ്. എന്തെങ്കിലും ആക്ഷേപമുണ്ടായോ? നിങ്ങൾ 2.5 ലക്ഷം വീടുണ്ടാക്കി കൊടുത്തതിന്റെ കണക്ക് തന്നെ ഞാൻ പറയാം. അതിൽ തന്നെയാണ് 20 കോടി UAE റെഡ് ക്രസന്റ് കൊടുത്തത്. UAE റെഡ് ക്രസന്റ്. ഇവിടെ കാവാനി ഉസ്മാൻ ഖാണ്ടല്ലോ, ഒരുപാട് പ്രവാസികൾ ഇവിടെ ഇരിക്കുന്നവരില്ലേ. UAE നിങ്ങൾ നോക്ക്, ഷെയ്ഖുമാരുടെ പാലസിൽ മുഴുവനും മലപ്പുറത്തുകാരാണ്, കൽപ്പകഞ്ചേരിക്കാരാണ് അധികവും. ദുബായ് പാലസിൽ ഷെയ്ഖിന്റെ അസിസ്റ്റന്റുമാരായി ജോലി ചെയ്യുന്നവർ മഹാഭൂരിഭാഗവും കൽപ്പകഞ്ചേരിക്കാരാണ്, മലയാളികളാണ്. കാരണം മലയാളികൾ അവർക്ക് വലിയ വിശ്വാസമാണ്. ലോകത്തുള്ള ഒരുപാട് രാജ്യങ്ങളിലെ ആളുകൾ UAE ജോലി ചെയ്യുന്നുണ്ട്, പക്ഷെ മലയാളി അവർക്ക് വിശ്വാസമാണ്. മലയാളിക്ക് ഒരു അപകടം ഉണ്ടായി എന്ന് കേട്ടപ്പോ, കേരളത്തിൽ പ്രളയമുണ്ടായി എന്ന് കേട്ടപ്പോ, അവന്റെ വീടുകൾ ഒലിച്ചുപോയി എന്ന് കേട്ടപ്പോ മലയാളിക്ക് കൊടുത്താണ് 20 കോടി. പിണറായി വിജയന്റെ മുഖം കൊണ്ട് കണ്ടിട്ട് കൊടുത്തതല്ല, സ്വപ്ന സുരേഷിനെ കണ്ടിട്ട് കൊടുത്തതല്ല, മലയാളിക്ക് കൊടുത്താണ്. ആ 20 കോടിയിൽ നിന്ന് 4.25 കോടി അടിച്ചു മാറ്റിയില്ലേ. ചാരിറ്റിന്ന് കൈയിട്ട് വാരിയ രാഷ്ട്രീയ പാർട്ടി ഏതാണെന്ന് ചോദിച്ചാൽ ഒറ്റ ഉത്തരമേ ഉള്ളൂ, CPIM ആണ്, കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ, മാർക്സിസ്റ്റാണ്. 4.25 കോടി രൂപയല്ലേ അടിച്ചു മാറ്റിയത്. എന്നിട്ടാണ് 2.5 ലക്ഷം വീടുണ്ടാക്കിയതിന്റെ കഥ പറയുന്നത്. 5 കൊല്ലായിട്ട് എന്തെങ്കിലും വികസനം ഉണ്ടാക്കിയോ? വികസനം പറയാനില്ലാത്തതുകൊണ്ട് ധ്രുവീകരണം ഉണ്ടാക്കുക, വർഗീയത ഉണ്ടാക്കുക. അതിനാണ് വിജയരാഘവനെ സെക്രട്ടറിയാക്കി വെച്ചത്. വിജയരാഘവനെ കോടിയേരി ബാലകൃഷ്ണൻ വീട്ടിൽ പോയപ്പോ വിജയരാഘവനെ സെക്രട്ടറി ആയിട്ട് കൊണ്ടുവന്നു. അദ്ദേഹത്തിന് വേറൊരു പണിയുണ്ട്, LDF കൺവീനർ. LDF കൺവീനർ എന്ന പദവിയിൽ ഇരിക്കെയാണ് അദ്ദേഹത്തെ CPM സെക്രട്ടറിയാക്കി വെച്ചത്. വേറെ ആളില്ലാത്തതുകൊണ്ടാണ്. പാർട്ടിയിൽ MA ബേബി ഇല്ലേ, പോളിറ്റ് ബ്യൂറോ മെമ്പർ. തോമസ് ഐസക് ഇല്ലേ, മന്ത്രിയല്ലേ. മുമ്പ് പിണറായി വിജയൻ മന്ത്രിസ്ഥാനം രാജിവെച്ചിട്ടാണ് വൈദ്യുതി മന്ത്രിയായപ്പോ വൈദ്യുതി മന്ത്രിസ്ഥാനം രാജിവെച്ചിട്ടാണ് പിണറായി വിജയൻ പാർട്ടി സെക്രട്ടറി ആയത്. ഇനി പോട്ടെ, ഒരു പണിയില്ലാതെ തേരാപാര നടക്കുന്ന P ജയരാജനല്ലേ കണ്ണൂർ. അവരെ ഒന്നും സെക്രട്ടറി ആക്കാതെ വിജയരാഘവനെ തന്നെ വെച്ചത് എന്തിനാണ്? ഇവിടെ വർഗീയത ഉണ്ടാക്കണം. ആ പണി ഏറ്റവും നന്നായി ചെയ്യാൻ അറിയുന്ന ആള് മൂപ്പരാണ്. എന്താ മൂപ്പര് പറഞ്ഞത്? ന്യൂനപക്ഷ വർഗീയതയാണ് ഏറ്റവും തീവ്രം. ന്യൂനപക്ഷ വർഗീയത ഭൂരിപക്ഷ വർഗീയതയെ സാധൂകരിക്കലാകും. ഇതല്ലേ RSS പറയുന്നത്. കൊടിഞ്ഞി ഫൈസലിനെ കൊന്നപ്പോ RSS പറഞ്ഞ എന്താണ്? നിങ്ങളെ കുഴപ്പമുണ്ടാണ്, ന്യൂനപക്ഷങ്ങളുടെ കുഴപ്പമുണ്ടാണ്, മുസ്ലിങ്ങളുടെ കുഴപ്പമുണ്ടാണ്. ഇതല്ലേ RSS പറഞ്ഞത്. റിയാസ് മൗലവിയെ കൊന്നു തള്ളിയപ്പോ RSSകാർ എന്താ പറഞ്ഞത്? ഒരു കുഴപ്പക്കാരായതുകൊണ്ടാണ്, മുസ്ലിങ്ങൾ കുഴപ്പക്കാരായതുകൊണ്ടാണ്. CA NRC ഇന്ത്യയുടെ പാർലമെന്റിൽ അവതരിപ്പിച്ച് മുസ്ലിങ്ങളെ മതത്തിന്റെ പേരിൽ പൗരത്വം ഇല്ല എന്ന് പറഞ്ഞപ്പോ എന്താ RSSകാരൻ പറഞ്ഞത്? കുഴപ്പക്കാരാണ് മുസ്ലിങ്ങൾ. കശ്മീരിൽ 320 ആർട്ടിക്കിൾ എടുത്തു കളഞ്ഞപ്പോ എന്തേ RSSകാർ പറഞ്ഞത്? മുസ്ലിങ്ങൾക്ക് ഭൂരിപക്ഷമാണ് കശ്മീരിൽ, അവർ കുഴപ്പക്കാരാണ്, അതുകൊണ്ടാണ് എടുത്തു കളഞ്ഞത്. ഭൂരിപക്ഷ വർഗീയത ചെയ്യുന്ന പ്രവൃത്തിയെ സാധൂകരിക്കൽ ന്യൂനപക്ഷ വർഗീയത. ആരാ പറയുന്നത്? വിജയരാഘവൻ. ഇതാണ് ആര് പറയുന്നത്? RSS പറയുന്നത്. വിവാദമായപ്പോൾ പിൻവലിച്ചു. നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ അബദ്ധം പറഞ്ഞു പോയതാണ്, അതുകൊണ്ട് മാപ്പ് പറഞ്ഞ് പിൻവലിച്ചതാണെന്ന്? ബോധപൂർവം പറഞ്ഞതാണ്. മെല്ലെ മെല്ലെ ഇസ്ലാമോഫോബിയ ഉണ്ടാക്കുക, മെല്ലെ മെല്ലെ മുസ്ലിങ്ങളെ ശത്രുവൊക്കെ. ഇപ്പോൾ ഈയിടെ കുറെ വാട്സപ്പ് മെസ്സേജുകൾ വരുന്നില്ലേ, ക്രിസ്ത്യാനികളെയും മുസ്ലിങ്ങളെയും തമ്മിലടിപ്പിക്കാൻ വേണ്ടി. കോട്ടയം പാലാ ഭാഗത്ത് മുസ്ലിങ്ങളെ പേരിലാണ് വാട്സപ്പ് മെസ്സേജ്, ഫേസ്ബുക്ക് പോസ്റ്റ് ഫേക്കാണ്. ഇവിടെ ക്രിസ്ത്യൻ സഭകളുടെ പേരിലാണ്. ഈ അടുത്തൊരു ലെറ്റർ പേഡിൽ ക്രിസ്ത്യൻ സഭകളുടെ പേരിൽ ഒരു ലെറ്റർ പേഡിൽ ഒരു വാർത്ത വന്നു, ബാങ്ക് നിരോധിക്കണമെന്ന്. ക്രിസ്ത്യൻ സഭകൾ ഒന്നടങ്കം വന്ന് പറഞ്ഞു, ഞങ്ങൾ ആരും അങ്ങനെ പറഞ്ഞിട്ടില്ല, ഒരു സഭയും പറഞ്ഞിട്ടില്ല. പക്ഷെ അത് കുറച്ചാളെ മെസ്സേജിൽ എത്തുള്ളൂ. എന്താ കാര്യം? മറിച്ചുള്ള വാർത്തയാണ്, നെഗറ്റീവ് വാർത്തയാണ് എല്ലാവരും പ്രചരിപ്പിക്കുക.
പ്രിയപ്പെട്ടവരെ, ഒരു വാട്സപ്പ് മെസ്സേജ് കിട്ടുമ്പോൾ സൂക്ഷിക്കണം. നമ്മളെ കൊണ്ട് നാട്ടിലൊരു കുഴപ്പമുണ്ടാവരുത്. ഒരു മെസ്സേജ് ആധികാരികമാണ് എന്ന് ഉറപ്പുവരുത്താതെ ഫോർവേഡ് ചെയ്യരുത്. ഒരു മെസ്സേജ് ആധികാരികമാണെങ്കിൽ തന്നെ നാട്ടിലൊരു കുഴപ്പമുണ്ടാക്കുന്നതാണെങ്കിൽ, ഈ നാട്ടിൽ വർഗീയ വിഭജനം ഉണ്ടാക്കുന്നതാണെങ്കിൽ, ഈ നാട്ടിൽ ധ്രുവീകരണം ഉണ്ടാക്കുന്നതാണെങ്കിൽ നമ്മളാരും അത് പ്രചരിപ്പിക്കാൻ പാടില്ല. ഒരേ ഫാക്ടറിയിൽ നിന്ന് വരുന്നതാണ്. ഒരു ക്രൈസ്തവ സഭയിൽ നിന്നും വരുന്നതല്ല. ഒരേ ഫാക്ടറി വിഭജനം ഉണ്ടാക്കുക, തമ്മിലടിപ്പിക്കുക, 4 വോട്ട് കിട്ടുമെന്ന് നോക്കുക. വിജയരാഘവൻ തൊട്ടു മുമ്പ് പറഞ്ഞ പ്രസ്താവന എന്താണ്? പാണക്കാട് തങ്ങളെ കാണാൻ വേണ്ടി കോൺഗ്രസ് നേതാക്കന്മാർ പോയി. ഉദ്ദേശം വ്യക്തമാണ്, മതമൗലികവാദ ശക്തികളുമായി ചങ്ങാത്തുണ്ടാക്കാൻ പോവാണെന്ന്. ആരെ കാണാൻ വേണ്ടിയിട്ടാ പോയത്? കോൺഗ്രസ് നേതാക്കന്മാർ RSS കാര്യാലയത്തിൽ പോയതാണോ? കോൺഗ്രസ് നേതാക്കന്മാർ പാണക്കാട് തങ്ങളെ കാണാൻ വേണ്ടി പോയതാണ്. ഏതാണ് പാണക്കാട് തങ്ങൾ? ഈ നാട്ടിൽ ഒരു വർഗീയ സംഘർഷം ഉണ്ടാകുമ്പോൾ, ഒരു തീപ്പൊരി വീയുമ്പോൾ, ആ തീപ്പൊരി അണയ്ക്കാൻ ആദ്യം ഓടിയെത്തുന്ന ഒരു നേതാവിന്റെ പേരേതാണെന്ന് ചോദിച്ചാൽ അത് പാണക്കാട് കൊടപ്പനക്കൽ തറവാട്ടിലെ തങ്ങന്മാരാണെന്ന് പറയില്ലേ എല്ലാവരും? അങ്ങാടിപ്പുറം തളിക്ഷേത്രത്തിന്റെ ഗോപുരവാതിലിന് സാമൂഹ്യ ദ്രോഹികൾ തീവച്ചപ്പോ അവിടേക്ക് ആദ്യമായി ഓടിയെത്തിയത് പാണക്കാട് സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ കുഞ്ഞാലിക്കുട്ടി സാഹിബിന്റെ കൈയും പിടിച്ചിട്ട്. ലീഗുകാർ തീവച്ചത് കൊണ്ടല്ല, മുസ്ലിങ്ങൾ തീവച്ചത് കൊണ്ടല്ല, ഏതോ സാമൂഹ്യ ദ്രോഹി തീവച്ചു. ആ തീവച്ചതിന്റെ പേരിൽ നാട്ടിലൊരു കലാപം ഉണ്ടാകരുത്, നാട്ടിൽ വർഗീയത ഉണ്ടാകരുത് എന്ന നിർബന്ധമുണ്ട് ആ നേതാവിന്. പാണക്കാട് തങ്ങൾ നേരം പുലരുന്നതിന് മുമ്പ് അങ്ങാടിപ്പുറം തളിക്ഷേത്രത്തിന്റെ ഗോപുരവാതിലിന് മുമ്പിൽ എത്തിയിട്ട് ക്ഷേത്ര ഭാരവാഹികളുടെ മുമ്പിൽ കൈകൂപ്പി എന്നുകൊണ്ട് പറഞ്ഞു, ഈ ഗോപുരവാതിൽ ഞങ്ങൾ പണിത് തരാം. പരസ്പരം അവിശ്വാസം ഉണ്ടാക്കുന്നിടത്ത് വിശ്വാസം ഉണ്ടാക്കാൻ വേണ്ടി നേതാക്കന്മാർ ഇറങ്ങാണ്. ബാബരി പള്ളി പൊളിച്ചപ്പോൾ ലീഗ് എടുത്ത സ്റ്റാൻഡ് അന്നെല്ലാവരും വിമർശിച്ചു. എല്ലാവരും പറഞ്ഞു അത് ശരിയായിരുന്നു എന്ന്. ആ പാണക്കാട് സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ ഇവിടെ പറഞ്ഞപ്പോൾ ഇന്ത്യൻ എക്സ്പ്രസ് പത്രം എന്താ എഴുതിയത്? ഗോയങ്കയുടെ പത്രമാണ്. ആ പത്രം എഴുതി പ്രോഫറ്റ് ഓഫ് സെക്യുലർ പൊളിറ്റിക്സ്, മതേതര രാഷ്ട്രീയത്തിന്റെ പ്രവാചകൻ. ആ പാണക്കാട് തങ്ങളുടെ അനന്തരവൻ, ആ പാണക്കാട് കുടുംബത്തിന്റെ ദൗത്യ നിർവഹണം ഇപ്പോൾ ഏറ്റെടുത്ത പാണക്കാട് സയ്യിദ് ഹൈദർ അലി ശിഹാബ് തങ്ങളെ കാണാൻ പോയപ്പോൾ മതമൗലികവാദികളുമായി ചങ്ങാത്തുണ്ടാക്കാൻ പോയതാണെന്ന് ആര്? വിജയരാഘവൻ. നിങ്ങൾ നോക്ക്, പാണക്കാട് തങ്ങൾ പോലും സെക്കുലർ ആണ് എന്ന് തെളിയിക്കേണ്ട ഗതികേട് കേരളത്തിൽ വന്നാൽ, മുസ്ലിങ്ങൾ മുഴുവനും വർഗീയവാദികളാണ് എന്ന് പറഞ്ഞാൽ എന്തിനത് പറയുന്നു? മുസ്ലിങ്ങളെ ശത്രുക്കളാക്കി മുദ്രകുത്ത. എന്തിനാണിത്? ഈ തെരഞ്ഞെടുപ്പിൽ RSSുമായി CPM ധാരണയുണ്ട്. RSSന്റെ വോട്ട് CPM കിട്ടണമെങ്കിൽ അതിന്റെ ആശയപ്രതലം ഉണ്ടാകണം. CPMകാർ വോട്ട് RSSന് മറിച്ചു കൊടുക്കണമെങ്കിൽ അതിന്റെ ആശയപ്രതലം ഇവിടെ ഉണ്ടാവണം. അതിന്റെ പണിയാണ് ആര് ചെയ്യുന്നത്? വിജയരാഘവൻ ചെയ്യുന്നത്. എന്താ ഇതിന്റെ നേട്ടം? BJPക്ക് എന്താ നേട്ടം? BJPയുടെ ലക്ഷ്യം എന്താണ്? ഇന്ത്യയിൽ കോൺഗ്രസ് മുക്ത ഭാരതം. കോൺഗ്രസ് മുക്ത ഭാരതമാണ് ഞങ്ങളുടെ ലക്ഷ്യം. അതുകൊണ്ട് കേരളത്തിൽ CPM ജയിച്ചാലും കുഴപ്പമില്ല, കോൺഗ്രസിനെ തകർക്കൽ എന്ന് പറഞ്ഞ ആരാണ്? BJPയുടെ വക്താവ് ഗോപാലകൃഷ്ണൻ. അപ്പൊ നിങ്ങൾ ചോദിക്കും, കോൺഗ്രസ് ഇപ്പൊ തന്നെ ക്ഷീണിച്ചിട്ടില്ലേ? ക്ഷീണിച്ചിട്ടുണ്ട്, ശരിയാണ്. കോൺഗ്രസിന് ഇന്ത്യയുടെ പാർലമെന്റിൽ 52 അംഗങ്ങളേ ഉള്ളൂ. പക്ഷെ ഇന്ത്യയുടെ പാർലമെന്റിൽ കോൺഗ്രസ് 2ാം സ്ഥാനത്തുള്ള എത്ര സീറ്റ് ഉണ്ടെന്ന് അറിയോ? ഇന്ത്യയുടെ പാർലമെന്റിൽ 209 സീറ്റ് ഉണ്ട്. 209ഉം 52ഉം ചേർന്നാൽ 261ആയി. കേവല ഭൂരിപക്ഷത്തിന് പിന്നെ ഏതാനും സീറ്റുകളുടെ വ്യത്യാസമേ ഉള്ളൂ. ഈ 2ാം സ്ഥാനത്തുള്ള കോൺഗ്രസിനെ 1ാം സ്ഥാനത്ത് എത്തിക്കാൻ ഇന്ത്യയിലെ ജനങ്ങൾ വിചാരിച്ചാൽ അവർക്ക് സാധിക്കും. BJPക്ക് ഇപ്പോഴും ഇന്ത്യയിൽ വെല്ലുവിളി ഒരേ ഒരു രാഷ്ട്രീയ പാർട്ടിയാണ്, അത് കോൺഗ്രസ് ആണ്. ആ കോൺഗ്രസിനെ തകർക്കണം. അതുകൊണ്ടാണ് കോൺഗ്രസ് മുക്ത ഭാരതം എന്ന ലക്ഷ്യം വെക്കുന്നത്. കേരളത്തിൽ കോൺഗ്രസ് തകർന്നാൽ ഈ 5 സ്റ്റേറ്റിൽ കോൺഗ്രസിന് മുഖ്യമന്ത്രിയാകാൻ സാധ്യതയുള്ള ഒരു സ്റ്റേറ്റുകളിൽ ഒന്നാണ് കേരളം. ഇവിടെ തകരണം. BJPയുടെ ലക്ഷ്യം നടക്കും. CPMന്റെ ലക്ഷ്യം തുടർഭരണം കിട്ടും. എങ്ങനെയെങ്കിലും തുടർഭരണം കിട്ടാം. BJPക്ക് 5 സീറ്റ് കൊടുത്താലും കുഴപ്പമില്ല. കോൺഗ്രസ് തകർന്ന് ഇവിടെ തുടർഭരണം കിട്ടാം. പിണറായി വിജയന്റെ കാലത്ത് ഒരു 5 കൊല്ലം കൂടി ഭരിക്കാം. ഇതാണ് ലക്ഷ്യം. അതിന്റെ ആശയപ്രതലം ഒരുക്കാണ്. ഇതൊന്നും വെറുതെ ഒരു അബദ്ധമായി വിജയരാഘവൻ പറയുന്നതല്ല. ഏതുപോലെ എന്നറിയോ? സാക്ഷി മഹാരാജ് BJPയുടെ MP ആണ്. ഏതാനും മാസങ്ങൾക്ക് മുമ്പ് പറഞ്ഞു, ഗോഡ്സെ, ഗാന്ധിജിയെ കൊന്ന ഗോഡ്സെ നിങ്ങൾ ഓർക്കണം. ഗാന്ധിജിയുടെ വെരിമാറിലേക്ക് വെടിയുതിർത്ത് ഗാന്ധിജിയെ കൊലപ്പെടുത്തിയ നാഥുറായ് വിനായക് ഗോഡ്സെ കൊലപാതകിയല്ല, ഇന്ത്യ കണ്ട ഏറ്റവും വലിയ ധീരദേശാഭിമാനിയാണ് എന്ന് പറഞ്ഞാല് സാക്ഷി മഹാരാജ്. വിവാദമായപ്പോൾ മാപ്പ് പറഞ്ഞു, പിൻവലിച്ചു. ഇത് അബദ്ധത്തിൽ പറഞ്ഞു പോയതാണെന്ന് തോന്നുന്നുണ്ട് നിങ്ങൾക്ക്? മെല്ലെ മെല്ലെ ഗാന്ധിജിയെ തമസ്കരിച്ച്
ഗോഡ്സെയെ വീരപുരുഷനാക്കി അവതരിപ്പിക്കുക എന്നത് RSSന്റെ അജണ്ടയാണ്. ഒരു ദിവസം കൊണ്ട് നടക്കില്ല എന്നറിയാം. അതുകൊണ്ട് വിജയരാഘവനെ പോലെ പ്രസ്താവന ഇറക്കും, പിൻവലിക്കും. ഏതുപോലെ നിങ്ങൾക്ക് എളുപ്പത്തിൽ മനസ്സിലാകാൻ ഒരു കാര്യം ഞാൻ പറയാം. ഇതൊക്കെ നടക്കുമെന്നായിരിക്കും നിങ്ങൾക്ക് സംശയം. ഗാന്ധിജിയെ കൊന്ന കേസിലെ 8ാമത്തെ പ്രതിയാണ് സവർക്കർ. RSSകാരൻ വീർ സവർക്കർ എന്ന് വിളിക്കുന്ന സവർക്കർ ഗാന്ധിജിയെ കൊന്ന കേസിലെ 8ാമത്തെ പ്രതിയായിരുന്നു. ഇന്ന് സവർക്കറുടെ ചിത്രം എവിടെയുള്ളതെന്നറിയാം? ഇന്ത്യയുടെ പാർലമെന്റിലെ സെൻട്രൽ ഹാളിൽ ഗാന്ധിജിയുടെ ചിത്രത്തിന് അഭിമുഖമായി സവർക്കറുടെ ചിത്രമുണ്ട്. അതൊക്കെ വിശ്വാസമാവുന്നുണ്ടോ? ഗാന്ധിജിയെ കൊന്ന കേസിലെ 8ാമത്തെ പ്രതിയായിരുന്ന സവർക്കർ ഗാന്ധിജിയുടെ ചിത്രത്തിന്റെ കൂടെ ഇന്ത്യയുടെ പാർലമെന്റിലെ സെൻട്രൽ ഹാളിലുണ്ട്. എനിക്കൊന്നപ്പോ പ്രശ്നമുണ്ടോ? ഇന്ത്യക്കാർക്ക് പ്രശ്നമുണ്ടോ? മെല്ലെ മെല്ലെ RSSകാരൻ അങ്ങനെയാക്കി നമ്മുടെ രാജ്യത്തെ. വാജ്പേയി ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായപ്പോഴാണ് സവർക്കറുടെ ചിത്രം ഇന്ത്യയുടെ പാർലമെന്റിലെ സെൻട്രൽ ഹാളിൽ കൊണ്ടുവന്നത്. ഒരു ദിവസം കൊണ്ട് വന്നതല്ല, കുറേ ദിവസത്തെ പണിയുണ്ട് അതിൻ്റെ പിന്നിൽ. ഒരു 10 കൊല്ലം കഴിഞ്ഞാൽ, ഒരു 50 കൊല്ലം കഴിഞ്ഞാൽ, ഒരു 100 വർഷം കഴിഞ്ഞാൽ ഇന്ത്യയുടെ പാർലമെന്റിലെ സെൻട്രൽ ഹാളിൽ നിന്ന് ഗാന്ധിജിയുടെ ഫോട്ടോ എടുത്തു മാറ്റിയിട്ട് അവിടെ ഗോഡ്സെയുടെ ചിത്രം വെക്കുക എന്നതാണ് RSSന്റെ അജണ്ട. ആ അജണ്ടയ്ക്ക് വേണ്ടി അവരിപ്പോഴേ പണി തുടങ്ങി. ഗുജറാത്തിലെ ചോദ്യപേപ്പറിൽ വന്നു ഗാന്ധിജി എങ്ങനെയാണ് ആത്മഹത്യ ചെയ്തതെന്ന്. വിവാദമായപ്പോൾ ചോദ്യപേപ്പർ പിൻവലിച്ചു. അതൊരു തന്ത്രമാണ്. ഒരു നൂറ്റാണ്ട് കഴിഞ്ഞാൽ അപ്പൊ ഇന്ത്യക്കാർ വിശ്വസിക്കും ഗാന്ധിജി സ്വയം വെടിവെച്ച് മരിച്ചതാണ്, ആത്മഹത്യ ചെയ്താണ്. അതിലേക്കുള്ള ചുവടുവെപ്പാണ് RSS ഇപ്പം നടത്തുന്നത്. അതേ അജണ്ടയാണ് കേരളത്തിൽ CPM പയറ്റുന്നത്, മുസ്ലിങ്ങളെ ശത്രുവാക്കുക. പക്ഷെ കേരളത്തിലെ ജനങ്ങളെ CPM മനസ്സിലാക്കൽ തെറ്റുപറ്റിപ്പോയി. ഈ ശബരിമല വിവാദം ഉണ്ടായപ്പോൾ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ മുമ്പ് CPM സ്വീകരിച്ച തന്ത്രം എന്താ? ഈ മലപ്പുറത്തെ കീഴ്ശ്ശേരിയൊക്കെ ഉള്ള നിങ്ങളെക്കുറിച്ച് എന്താ പറഞ്ഞു? കൊണ്ടോട്ടിക്കാരെ കുറിച്ച് നാരങ്ങാ വെള്ളം കൊടുത്തുന്നല്ലേ അയ്യപ്പ ഭക്തന്മാർക്ക്. മുസ്ലിം വോട്ട് ന്യൂനപക്ഷങ്ങൾ കിട്ടാതിരിക്കുക, ലീഗിന് കിട്ടാതിരിക്കുക, UDFന് കിട്ടാതിരിക്കുക. മുസ്ലിം വോട്ട് നാരങ്ങാ വെള്ളം അയ്യപ്പ ഭക്തന്മാർക്ക് കൊടുത്തു എന്ന് പറഞ്ഞിട്ട് LDFന് വാങ്ങാം. ശബരിമലയിലേക്ക് ബിന്ദു അമ്മണിയെയും കനകദുർഗയെയും കയറ്റിട്ട് ഹിന്ദുമത വിശ്വാസികളുടെ അയ്യപ്പ ഭക്തന്മാരുടെ വോട്ട് BJPക്ക് വാങ്ങിക്കൊടുക്കുക. LDFന്റെ വോട്ട് ബാങ്കിൽ ചോർച്ച ഉണ്ടാവില്ല എന്നാണ് LDFകാരുടെ വിശ്വാസം. അതാരും മാറ്റൂല. കുറ്റിച്ചൂരിൽ നിർത്തിയാൽ അതിന് ചെയ്യും. അതുകൊണ്ട് LDFന് കുഴപ്പമില്ല. UDFിലുള്ള അയ്യപ്പ ഭക്ത വിശ്വാസികളുടെ വോട്ട് മുഴുവനും BJPക്ക് പോകും. മുസ്ലിങ്ങളുടെ വോട്ട് നാരങ്ങ വെള്ളം കൊടുത്തു എന്ന് പറഞ്ഞിട്ട് പ്രകോപനം ഉണ്ടാക്കിയിട്ട് LDFന് കിട്ടും. ഇതായിരുന്നു CPMകാരൻ കണക്കൂട്ടിയത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ റിസൾട്ട് വന്നപ്പോൾ 20-ൽ 19 സീറ്റാണ് UDFന് കിട്ടിയത്. ഞാൻ ഒരു കാര്യം ഈ കീഴ്ശ്ശേരി അങ്ങാടിയിലെ പൊതുജനങ്ങളെ സാക്ഷി നിർത്തി പറയാണ്. ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ റിസൾട്ട് മെയ് 2-ാം തീയതി എണ്ണുമ്പോൾ 140-ൽ ഏറ്റവും ചുരുങ്ങിയത് 95 സീറ്റ് നേടി ഐക്യജനാധിപത്യ മുന്നണി അധികാരത്തിൽ വന്നു. സബർദ സാഹിബ് ഇത് വെറുതെ പറയല്ല കെട്ടിയത്. ഞാൻ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ 2 ദിവസം മുമ്പ് ജിദ്ദയിൽ ഇംബാല ഗാർഡനിൽ ഒരു പരിപാടി പങ്കെടുത്തു. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ മുമ്പ് ഞാൻ പറഞ്ഞു റിസൾട്ട് വരുന്നതിന് 2 ദിവസം മുമ്പ് 20-ൽ 19 സീറ്റ് കിട്ടും. കറാമത്തൊന്നല്ല, രാഷ്ട്രീയം നിരീക്ഷിച്ചുകൊണ്ട് പറഞ്ഞാണ്. റിസൾട്ടിന്റെ അന്ന് മാധ്യമപത്രം കയ്യിലുള്ള ആൾക്കാർ ഒന്ന് പരിധി നോക്കിയാൽ മതി. മെയ് 19 എൻ്റെ ഓർമ്മ. അന്ന് രാവിലെ കേരളത്തിൽ അന്നാണ് പത്രത്തിൽ അച്ചടിച്ച് വന്നത്. 20-ൽ 19 സീറ്റ് UDF നേടുന്നതിൻ്റെ പേരിൽ അച്ചടിച്ചു വന്നു. 20-ൽ 19 സീറ്റ് കിട്ടി. രാഷ്ട്രീയം നിരീക്ഷിച്ചുകൊണ്ടാണ്. 140-ൽ ഏറ്റവും ചുരുങ്ങിയ 95 സീറ്റ് കിട്ടും. ഒറ്റ കണ്ടീഷനേ ഉള്ളൂ, UDF ഒരുമിച്ച് നിൽക്കണം. ജനങ്ങൾ കാത്തു നിൽക്കണം. 2 ദിവസം മുമ്പ് ആ പാവപ്പെട്ട വാളയാറിലെ അമ്മ തല മുട്ടയടിച്ചില്ലേ? സാധാരണ സ്ത്രീകൾ മുട്ടയടിക്കും, ആണുങ്ങൾ മുട്ടയടിക്കുന്ന പോലെ അവരുടെ ഐഡന്റിറ്റിയാണ് മുടി. പിണറായി വിജയനോടുള്ള പ്രതിഷേധം. 2 കുട്ടികൾ 9-ഉം 11-ഉം വയസ്സുള്ള 2 കുട്ടികളാണ് കൊല്ലപ്പെട്ടത്. ആ കൊലപാതകികളെ പിടിക്കണം എന്നാവശ്യപ്പെട്ടിട്ട് പിണറായി വിജയനെ പോയി കണ്ടപ്പോൾ കൂടെ ഉണ്ടായിരുന്ന ആൾക്കാർ പറഞ്ഞു കാലുമ്മൽ വീണെന്ന് പറഞ്ഞു. കാല് ചേർത്ത് പിടിച്ച അമ്മ പൊട്ടിക്കരഞ്ഞു. പിണറായി വിജയൻ ഒറ്റ തട്ട് കൊടുത്തു. കരച്ചിലൊന്നും ഇവിടെ വേണ്ട. ആ പ്രതികളെ സഹായിച്ചില്ലേ പിണറായിയുടെ പോലീസ്? പാലത്തായിലെ 9 വയസ്സുള്ള കുട്ടി RSSകാരനായ അധ്യാപകനാണ്, പപ്പൻ. ആ പപ്പൻ പീഡിപ്പിച്ചു എന്ന് പറഞ്ഞിട്ട് പരാതി കൊടുത്തിട്ട് പിണറായിയുടെ പോലീസ് എന്താ ചാർജ് ഷീറ്റിൽ എഴുതിയെന്ന്? കുട്ടിക്ക് മനോവിഭ്രാന്തിയാണ്. RSSകാരെ സഹായിക്കുന്ന പണിയല്ലേ. ഇപ്പോൾ M എന്ന് പറഞ്ഞൊരാളുണ്ട്, 4 ഏക്കർ ഭൂമിയാണ് അയാൾക്ക് സൗജന്യമായിട്ട് കൊടുത്തത്. എന്താണ് M-ന്റെ പ്രത്യേകത? RSSഉം CPM-ഉം തമ്മിൽ
ചർച്ചയുണ്ടാക്കി അവർക്കിടയിൽ പല സ്വകാര്യമായ കാര്യങ്ങൾക്കും നേതൃത്വം കൊടുത്തു എന്നാണ്. അതിന് 4 ഏക്കർ ഭൂമി. തിരുവനന്തപുരത്ത് ഒരു പാവപ്പെട്ട ഒരു ഭാര്യയും ഭർത്താവും പെട്രോൾ ഒഴിച്ച് തീ കൊടുത്ത് മരിച്ചില്ല ഈ അടുത്ത് ഏതാനും ആഴ്ചകൾക്ക് മുമ്പ്. ഭൂമി ഇല്ലാത്തതിൻ്റെ പേരിൽ, തലചായ്ക്കാൻ വീടില്ലാത്തതിൻ്റെ പേരിൽ പെട്രോൾ ഒഴിച്ച് തീ കൊളുത്തി മരിക്കുന്ന ഈ നാട്ടിൽ 4 ഏക്കർ ഭൂമി, സർക്കാർ ഭൂമി സൗജന്യമായിട്ട് കൊടുത്തു. ആർക്ക്? RSSുമായി CPMുമായി ചർച്ച ഉണ്ടാക്കാൻ ഇടനിലക്കാരനായി നിന്നു എന്ന ഒറ്റ യോഗ്യത കൊണ്ട്. അതുകൊണ്ടല്ലേ പപ്പനെ കുറ്റവിമുക്തനാക്കിയത്. ആരാണ് പ്രിയപ്പെട്ടവരെ വോട്ട് ചെയ്യുന്നത്? എന്നിട്ട് കുറച്ച് സർവേ ഫലങ്ങൾ വന്നു എന്നാണ് ഇപ്പോൾ LDFകാരനൊക്കെ പറയുന്നത്. CPMകാർ എങ്ങനെയാ സർവേ ഫലം അനുകൂലമാവാതിരിക്കുക? എത്ര കോടിയാണ് കൊടുത്തത്? 840 കോടിയാണ് അത്ര ഈ 3 മാസം കൊണ്ട് പരസ്യ ഇനത്തിൽ കൊടുത്തത്. 3 മാസം. ഏത് പത്രം എടുത്ത് നോക്കിയാലും പത്രത്തിൽ വാർത്ത കുറവ്. പിണറായിന്റെ തല തന്നെ എല്ലാ പേജിലും. നമ്മളൊരു കഷ്ടം ആലോചിച്ച് നോക്കുന്നത്. ഏത് പേജ് മറിച്ച് നോക്കിയാൽ 840 കോടിയാണ് അത്ര 3 മാസം കൊണ്ട്. കോടിന്റെ കണക്കിൽ വ്യത്യാസം ഉണ്ടോന്ന് എനിക്കറിയില്ല. അപ്പൊ ചോദിക്കുന്ന, മുമ്പ് സർക്കാരുകളൊക്കെ പരസ്യം കൊടുത്തിട്ടില്ലേ? ഇതുപോലെ ഒരു ദുരിതം മലയാളിക്ക് വേറെ ഉണ്ടായിട്ടുണ്ടോ? 2 പ്രളയം വന്നു, നിപ്പ വന്നു, കോവിഡ് വന്നു. ഈ കോടി ഉണ്ടെങ്കിൽ എത്ര പ്രവാസികളെ നാട്ടിലേക്ക് കൊണ്ടുവരാം? ഇപ്പോഴും നാട്ടിലേക്ക് വരാൻ കയ്യിൽ പൈസ ഇല്ലാതെ കുടിയും കിടക്കുന്നുണ്ട് പ്രവാസികൾ അവിടെ. ഈ KMCC എത്ര ഫ്ലൈറ്റ് ചാർട്ട് ചെയ്തു? ഒരു ഫ്ലൈറ്റ്. എന്നിട്ട് നമ്മളെ ജലീൽ വിളിച്ചു ചോദിക്കാണ്, അല്ല നാട്ടിലൊരാളെ കൊണ്ടുവരാനുണ്ടായിരുന്നു, KMCCന്റെ ഫ്ലൈറ്റ് അല്ലാതെ വേറെ വല്ല ഫ്ലൈറ്റും ഉണ്ടോന്ന്. ശ്രീരാമകൃഷ്ണൻ വിളിച്ചു ചോദിക്കാണ്, നാണക്കേടാണ്, KMCCന്റെ പറ്റൂല, വേറെ ഏതെങ്കിലും ഉണ്ടോ? ഒരു സർക്കാർ വിചാരിച്ച്, KMCC വിചാരിച്ചിട്ട് ആയിരക്കണക്കിന് ഫ്ലൈറ്റ് ഇങ്ങോട്ട് കൊണ്ടുവരാൻ പറ്റുമെങ്കിൽ സർക്കാർ വിചാരിച്ചാൽ എത്ര ഫ്ലൈറ്റ് ചാർട്ട് ചെയ്ത് കൊണ്ടുവരാം? നോക്കൂ നിങ്ങൾ, എത്ര പ്രവാസികളാണ് ഗൾഫിൽ കോവിഡ് ബാധിച്ച് മരിച്ചത്? 1 രൂപ കൊടുത്തോ നഷ്ടപരിഹാരം? 17 കോടിയാണ് ലോക കേരള മഹാസഭക്ക് പ്രവാസികളുടെ യോഗം ചേരാൻ എന്ന പേര് പറഞ്ഞിട്ട് കുട്ടടിച്ചത്. ശ്രീനാരായണ തമ്പി ഹാളിൽ ഓഡിറ്റോറിയം നവീകരിക്കാൻ 17 കോടിയാണ് അത്ര ചെലവഴിച്ചത്. ഈ പരസ്യവും ഈ പൈസയും മുഴുവൻ പത്രക്കാർക്ക് കൊടുക്കുകയാണ്, ചാനലുകാർക്ക് കൊടുക്കുകയാണ്. അവരിഷ്ടമുള്ള പോലെ സർവേ ഉണ്ടാക്കി കൊടുക്കൂലേ? യഥാർത്ഥ സർവേ ഫലം പുറത്തു വരാൻ പോകുന്നത് മെയ് 2-ാം തീയതിയാണ്. അന്ന് കേരളത്തിലുടനീളം വാനിലുയർന്ന് പറക്കുക ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ ഹരിത പതാകയും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ത്രിവർണ്ണ പതാകയായിരിക്കും. ഒരു സംശയം വേണ്ട, പ്രവർത്തനം ഒരുമിച്ചൊന്ന് പ്രവർത്തിക്കണം. ബൈക്ക് റേസ് നടത്തിയിട്ട് കാര്യമല്ല, DJ കളിച്ചിട്ട് കാര്യമല്ല. വീട്ടിൽ കയറുന്ന ആൾക്കാർ, ജനങ്ങൾ കാത്തുക്കാണ്. വീട്ടിൽ കയറി വോട്ട് ചോദിക്കണം, എളിമയോടെ പ്രവർത്തിക്കണം. ജനങ്ങൾക്ക് കൃത്യമായി പഞ്ചായത്ത് ഇലക്ഷൻ റിസൾട്ട് ഒന്നും നിങ്ങൾ നോക്കണ്ട. പഞ്ചായത്ത് ഇലക്ഷൻ റിസൾട്ട് അങ്ങനെയാണെങ്കിൽ ഇടതുപക്ഷത്തിന് അനുകൂലമാണെങ്കിൽ ഈ ഏലംകുളം നമ്മൾ ജയിക്കും. EMSന്റെ പഞ്ചായത്തല്ലേ? ഏലംകുളത്ത് നമ്മൾ ജയിച്ചില്ലേ? നമ്മളെ തിരുവള്ളൂർ പഞ്ചായത്ത് ഉണ്ടായത് മുതൽ CPM ജയിക്കുന്ന പഞ്ചായത്താണ്. ആ പഞ്ചായത്ത് നമ്മൾ പിടിച്ചെടുത്തില്ലേ? ഇടതുപക്ഷത്തിന് എവിടെയൊക്കെ നമ്മൾ ആത്മാർത്ഥമായി പ്രവർത്തിച്ചിട്ടുണ്ടോ? എവിടെയൊക്കെ നമ്മൾ ഒരുമിച്ച് സ്ഥാനാർത്ഥി ആരായാലും കുഴപ്പമില്ല. ഇപ്പൊ വാട്സപ്പിൽ സ്ഥാനാർത്ഥിയുടെ ലിസ്റ്റ് വരുന്നത് തുടങ്ങിയിട്ടുണ്ട്. വാട്സപ്പാണോ സ്ഥാനാർത്ഥികളെ, ലീഗിന്റെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കേണ്ടത്? പാണക്കാട് സെയ്ദ്, ഹൈദർലി ശിഹാബ് തങ്ങളാണ് മുസ്ലിം ലീഗിന്റെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കേണ്ടത്. വാട്സപ്പിൽ ഓരോരുത്തരും എഴുതി വിടുക, ഇന്ന സ്ഥാനാർത്ഥികൾ. എന്നോടിപ്പോൾ ഒരാൾ വിളിച്ച് ഇങ്ങനെ ഇങ്ങോട്ട് വരുമ്പോൾ, അല്ല നിങ്ങൾ സ്ഥാനാർത്ഥിയാണല്ലോ. ഞാൻ ചോദിച്ചു, ഞാൻ സ്ഥാനാർത്ഥിയാണ്. അല്ല വാട്സപ്പിൽ കണ്ടു. ഞാൻ ചോദിച്ചു, വാട്സപ്പാണോ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുന്നത്? വാട്സപ്പിൽ ഓരോരുത്തരും തോന്നിയ പോലെ എഴുതിയിടും. ഓന് തോന്നിയ ആൾക്കാരൊക്കെ എഴുതിയിട്ട് ഇത് ഇങ്ങനെ കുറെ ആൾക്കാർ ഫോർവേഡും ചെയ്യുക. വേറെ ഏതെങ്കിലും സ്ഥാനാർത്ഥി പട്ടിക അതുപോലെ വരുന്നുണ്ടോ? പാണക്കാട് തങ്ങൾ പ്രഖ്യാപിക്കും. ആരെ പ്രഖ്യാപിച്ചാലും ഒരൊറ്റ ചിഹ്നം. ഇവിടെ ഈ മണ്ഡലത്തിൽ കോടിയാണോ? നമ്മൾ വലിയ ഭൂരിപക്ഷത്തിന് പാണക്കാട് തങ്ങളെ പ്രഖ്യാപിക്കുന്ന സ്ഥാനാർത്ഥിയെ വിജയിപ്പിക്കുക എന്ന ഉത്തരവാദിത്തമാണ് നമുക്കുള്ളത്. UDFന്റെ മറ്റു മണ്ഡലങ്ങളിൽ ആരാണോ UDFന്റെ സ്ഥാനാർത്ഥി, കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി കൈപ്പത്തി, ലീഗിന്റെ സ്ഥാനാർത്ഥി കോണി, മറ്റ് സ്ഥാനാർത്ഥികൾക്ക് അവരുടെ ചിഹ്നം. അതാത് മണ്ഡലങ്ങളിൽ UDF ആരെ നിർത്തിയാലും ആ ഉത്തരവാദിത്തം ഏറ്റെടുത്ത് പ്രവർത്തിക്കാൻ ഏറനാട് മണ്ഡലം യൂത്ത് ലീഗിന്റെ ഈ പദയാത്ര പ്രചോദനമാകട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ പരിപാടി ഔപചാരികമായി ഉദ്ഘാടനം ചെയ്ത് പ്രഖ്യാപിക്കുന്നു. അഭിവാദ്യങ്ങൾ. ജയ് മുസ്ലിം.